നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. ഇന്ന് MLA.comൽ നമ്മോടൊപ്പമുള്ളത് കോവളം MLA. കോവളം MLA എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക ശ്രീ M. വിൻസെൻറ്റിൻ്റെ മുഖമാണ്. അദ്ദേഹം ഇപ്പോൾ 3-ാം ഊഴമാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 140 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികരിൽ നിന്ന് 3-ാം ഊഴം സഭയിലേക്ക് എത്തുന്ന M. വിൻസെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് MLA.comൽ. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്, മണ്ഡലത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച തുടർ പ്രവർത്തനങ്ങൾ, 3-ാം ഊഴവും ജനങ്ങൾ നൽകിയിരിക്കുകയാണ് തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനായി. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് കോവളം മണ്ഡലത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ജനങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ അങ്ങ് കാഴ്ചവെച്ചിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ 3-ാം ഊഴമാണ്, അതുകൊണ്ട് തന്നെ 1, 2, 3 വരുമ്പോൾ എന്തൊക്കെയാണ് പൂർത്തീകരിച്ച പദ്ധതികൾ, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തുടങ്ങി വെച്ച പദ്ധതികൾ എന്തൊക്കെയാണ്, അത് പൂർത്തീകരിക്കാനുള്ള എന്തൊക്കെയാണ്? ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി നടപടികൾ. സ്കൂളിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, സ്കൂളുകൾക്ക് ബസ്സുകൾ കൊടുക്കുക, സ്കൂളിൽ കിച്ചൺ ഉണ്ടാക്കുക, ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക തുടങ്ങിയ നിരവധിയായ സ്കൂൾ കേന്ദ്രിതമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ. സ്കൂളാകുമ്പോൾ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളാണല്ലോ ആദ്യം വേണ്ടത്, അവിടെ നിന്നല്ലേ തുടക്കം അല്ലേ? സ്കൂളുകളിലുള്ള ധാരാളം കമ്പ്യൂട്ടറുകൾ നൽകുക, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഇതെല്ലാം ഉൾപ്പെടെ സ്കൂളുകളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണെന്ന്. അതുപോലെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായ ആംബുലൻസ് നമ്മളെല്ലായിടത്തും വാങ്ങി, എല്ലാ പഞ്ചായത്തുകളും വാങ്ങി. അതുപോലെ തന്നെ പറയാൻ പോയാൽ റോഡുകളുടെ നവീകരണം, റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് റോഡുകളെ ധാരാളമായി മാറ്റിത്തുടങ്ങാൻ നമുക്ക് കഴിയും. പല റോഡുകളും അങ്ങനെ വാങ്ങി. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് തന്നെ കൊണ്ടുവന്ന് റോഡ് വികസനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ധാരാളമായി നടപ്പിലാക്കി. അംഗനവാടികൾക്കുള്ള കെട്ടിടങ്ങൾ, നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഈ മുടങ്ങിക്കിടന്ന പട്ടയങ്ങൾ, പ്രത്യേകിച്ച് തീരദേശത്തെ പട്ടയങ്ങൾ, 100 കണക്കിന് പട്ടയങ്ങളാണ് പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വെള്ളായണി കായലിന് കുറുകെയുള്ള പാലം, അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചതുപ്പ് കൊണ്ടാണ് അവിടെ ഒരു ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ചെളി കൊണ്ട് നിർമ്മിച്ച ബണ്ടാണ്. അത് ഓരോ വർഷം കഴിയുമ്പോൾ താഴ്ന്നു പോവുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അതുവഴി ബസ് ഗതാഗതം, റോഡ് ഗതാഗതം സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാലം പണിതു. ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഒരു ചെറിയ തർക്കം കാരണമാണ് അത് നീണ്ടു പോകുന്നത്. അതും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നാട്ടിലാകെ ജനങ്ങൾക്ക് ബസ് കയറാൻ നിൽക്കുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുക്കാം. MLA ഫണ്ടിൽ നിന്ന് തന്നെ ഏകദേശം 40ഓളം ചെറിയ പാലങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ലൈറ്റുകൾ, ധാരാളം ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വെള്ളായണി കായലിൻ്റെ ഒരു റെനോവേഷൻ 90 കോടിയുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്നാണല്ലോ നമ്മുടെ കുടിവെള്ള ജല സ്രോതസ് അതാണല്ലോ. അതെ, അതിൻ്റെ ചെളി നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അതിൻ്റെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ 90 കോടി രൂപയുടെ പദ്ധതിക്ക് നമുക്ക് ഭരണാനുമതി കിട്ടി. അതിൻ്റെ 1-ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ തീരദേശ മേഖലയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരദേശ മേഖലകളിലുള്ളവർക്ക് കുടിവെള്ളത്തിന് ക്ഷാമം വരും. ഒപ്പം മഴ വന്നാൽ അവർക്കുള്ള പ്രശ്നങ്ങൾ, മഴ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത മൺസൂൺ ആകുന്നു, അതൊക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഇതിൽ ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചത്? തീർച്ചയായും മഴ വന്നാലുള്ള പ്രശ്നം ഈ അടിമലത്തുറ, കരിങ്കുളം ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകും. അതെ, ഇത് നമ്മൾ ഒരുപാട് ശ്രമം നടത്തി, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ സാധാരണഗതിയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കെട്ടി നിൽക്കും. അപ്പം ഞാൻ ആലോചിച്ച് MLA ഫണ്ടിൽ നിന്ന് പമ്പ് സെറ്റുകൾ വാങ്ങിക്കൊടുത്തു. വെള്ളം കിട്ടുമ്പോൾ പമ്പ് ചെയ്ത് കടലിലേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള പമ്പ് സെറ്റ് വാങ്ങി. പക്ഷെ ഇപ്പോൾ ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടിമലത്തുറയിൽ 2 കോടി രൂപയുടെ വലിയ ഒരു ഓട നിർമ്മിച്ച്
ഈ വെള്ളം ആ ഓടയിലേക്ക് എത്തിച്ച് കരിച്ചൽ കായലിലേക്കും കടലിലേക്കും 2 ഭാഗത്താക്കി വിടുന്നതിന് വേണ്ടിയിട്ടൊരു പദ്ധതി, അത് അനുമതി കിട്ടി അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുക. ഇപ്പോൾ കോവളം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരിക ടൂറിസമാണ്. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഹോം സ്റ്റേകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദ റിസോർട്ടുകളുണ്ട്, അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. എന്തൊക്കെയാണ് ടൂറിസം? കേരളത്തിൽ ഏകദേശ വരുമാനം കൂടുതൽ ലഭിക്കുന്നത് ടൂറിസ്റ്റുകളിൽ നിന്നാണ്. ഇതിനായി കോവളത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം മന്ത്രി, അന്നത്തെ ടൂറിസം മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത്, കേരളം എന്ന് കേൾക്കാത്ത ആളുകളും കോവളം എന്ന് കേട്ടു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്ര കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷനാണ് കോവളം. ഇന്നിപ്പോൾ കോവളം ഒരു തീരെ ശോഷണം അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ കോവളത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് കാര്യമായൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഫോക്കസ് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കോവളത്തിൻ്റെ നൈസർഗികമായ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള വികസനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധുനികവൽക്കരണം എന്നതല്ല, അതിൻ്റെ സൗന്ദര്യ തനിമ നിലനിർത്തുക, അത് അങ്ങനെയുള്ള പദ്ധതികൾക്കാണ്. ഇപ്പോൾ അവിടെ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. അതെ, പല തവണ നമ്മൾ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് നടന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലതവണ പറഞ്ഞു, പല പ്രോജക്റ്റുകളും കൊണ്ടുവന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഈ 5 വർഷം കഴിയുമ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം തീർച്ചയായും പരിഹാരം ഉണ്ടായിരിക്കും. MLA ഫണ്ട് എല്ലാം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. 100% വിജയിച്ചു. ഈ 2 ടൈമിലും കഴിഞ്ഞു, 3ാമത്തെ ടൈമിലായി കാത്തിരിക്കുക. നമുക്കിനി കഴിഞ്ഞ പ്രാവശ്യം ടെൻഡർ ചെയ്തതിൻ്റെ ഒരു ബാലൻസ് കുറച്ച് കിട്ടും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അത് പുതിയ ഫണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ മാർച്ചിന് മുമ്പ് തന്നെ എല്ലാം കൊടുത്തു തീർക്കാറാണ്. പക്ഷേ ഈ വർഷം മുതൽ മാർച്ച് വരെ കാത്തിരിക്കുന്നില്ല, ഡിസംബറിന് മുമ്പായി കൊടുത്തു തീർക്കും. പുതിയ സർക്കാർ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അതായത് UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്, അപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയും. അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വയ്ക്കാൻ കഴിയും. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ഹോസ്റ്റൈലായി നിൽക്കും. അതാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഗവൺമെൻറ്റും അതുപോലെ തന്നെയാണ്. ഒരു റോഡ് വന്നാൽ ഭരണകക്ഷി MLAയുടെ അതിർത്തി കഴിയുമ്പോൾ ആ റോഡ് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പാച്ചല്ലൂരിൽ നിന്ന് വെങ്ങാനൂരേക്ക് വരുന്ന റോഡ്, അത് കോളിയൂർ വരെ BMNBCJ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറിയാൽ അത് എൻ്റെ മണ്ഡലമാണ്. മറ്റത് ശിവൻകുട്ടി മിനിസ്റ്ററുടെ മണ്ഡലമായിരുന്നു. അവിടെ ഒന്ന് നിൽക്കുക. അതായത് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അല്ല, വികസനം നടന്നാലേ നേമത്തുള്ള ആളുകളും ബംഗാളൂർ വരുന്നുണ്ടേ. അവിടെ വരെ സുഖമായി വന്നിട്ട് ഈ നേമത്തുള്ള ആളുകൾ ഇവിടെ മോശപ്പെട്ട മാർഗപാതയിലൂടെ പോകുന്നത് ശരിയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ കാട്ടാക്കട നിയമമണ്ഡലം എടുത്താൽ, നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിലെ കുണ്ടറത്തേരി വരുന്ന പകലൂർ റോഡ്, ആ റോഡിൽ കാട്ടാക്കട മണ്ഡലത്തിൻ്റെ അതിർത്തി വരെ ചെയ്തു, ഇപ്പം ചെയ്തില്ല. അത് വളരെ പണിപ്പെട്ട് ഇപ്പോഴാണ് അതിൻ്റെ നിർമ്മാണം നടന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രയാസകരമായ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതെ, കോവളം. പക്ഷെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട് ഏറ്റവും കുറച്ച് കിട്ടിയത് നമുക്കാണ്. ഒരു ചെറിയ ഏരിയ മാത്രമുള്ള സ്ഥലങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കുറച്ചാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പലത് നോക്കിയാലും PW ഫണ്ട്, ശ്രീ G. സുധാകരൻ, ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിൽ G. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായ സമയത്ത് ഒരു പൊതുവായ മാനദണ്ഡം ഉണ്ടാക്കി. അതായത് ഓരോ മണ്ഡലത്തിലെയും ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ്, എത്ര കിലോമീറ്റർ റോഡ് അവിടുത്തുണ്ട്, അവിടുത്തെ ജനസംഖ്യ, ഇത് രണ്ടും വച്ചിട്ടൊരു ഫോർമുല ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആർക്കും പരാതിയില്ല, എല്ലാവർക്കും അതിൻ്റെ ഈക്വലായിട്ട് ഷെയർ കിട്ടും. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ 5 വർഷത്തിനിടയിൽ ഈ അവസാന വർഷത്തിലാണ് കുറച്ച് ഫണ്ട് നമുക്ക് കിട്ടിയത്. മറ്റൊരു കാര്യം, വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട്, വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരം എത്തിക്കഴിഞ്ഞു. വിഴിഞ്ഞം ലോകത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അത്തരം പ്രൊജക്റ്റുകൾ യുവാക്കൾക്കടക്കം തൊഴിൽ സാധ്യതകൾ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ട്? തൊഴിൽ സാധ്യതകൾ, തുറമുഖത്തിനകത്തുള്ള തൊഴിൽ സാധ്യതകൾക്കൊരു ലിമിറ്റുണ്ട്. അതൊരു ഓട്ടോമാറ്റിക് തുറമുഖമാണ്.
പക്ഷേ ആ തുറമുഖത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ തുറമുഖത്തിൻ്റെ ഗേറ്റ് കടന്ന് കണ്ടെയ്നറുകൾ പുറത്തോട്ട് വരണം. ലോജിസ്റ്റിക്സിൻ്റെ അനന്തമായ തൊഴിൽ സാധ്യതകൾ ഇതുവരെയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ലോജിസ്റ്റിക്സ് വരുമ്പോൾ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും മറ്റു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കെല്ലാം ഉണ്ടാകും. നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരും, അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. കാരണം റോഡും റെയിലും സർക്കാർ ഉണ്ടാക്കിയില്ല. തുറമുഖം അദാനി ഉണ്ടാക്കി. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏത് PPP പ്രോജക്റ്റിലായിരുന്നാലും അത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. റെയിൽ, റോഡ്, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, അതെ അതെ ഇതെല്ലാം കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. പക്ഷെ ഗവൺമെന്റ് എന്താണ്, 2015 കരാർ പ്രകാരം തുറമുഖവും നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാൻ 2 കിലോമീറ്ററാണ്. ഈ 2 കിലോമീറ്റർ റോഡ് 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് കരാർ. ദാറ്റ് മീൻസ് 2017 അത് പൂർത്തീകരിക്കണം. പക്ഷെ ഇതുവരെയും അത് പൂർത്തീകരിച്ചിട്ടില്ല. 3-4 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി തുറമുഖത്ത് വന്നിട്ട് പ്രഖ്യാപിച്ചു തുറമുഖത്തിന്റെ റോഡ് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇന്നിപ്പോൾ പോയാലും അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക, ബന്ധിച്ചിട്ടില്ല, നിൽക്കുകയാണ്. അതുപോലെ തന്നെ റെയിൽവേ 6 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 2021 റെയിൽവേ പൂർത്തീകരിക്കണം. 2026 ആയിട്ടും റെയിൽവേ തുടങ്ങിയിട്ടില്ല. അത് ഇനി ഈ പദ്ധതികളെല്ലാം ഈ ഒരു 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയില്ലേ പുതിയ സർക്കാർ, UD സർക്കാർ വരുന്നതോടുകൂടി? 6 കൊല്ലം കൊണ്ട് 2015 പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിരുന്ന റെയിൽവേ 10 കൊല്ലം കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നമ്മളാണ് ചെയ്യേണ്ടത്. ഇതിന്റെ പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇനി തടസ്സം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. 10 വർഷം കൊണ്ട് തുടങ്ങാൻ കഴിയാത്ത കാര്യം അടുത്ത 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് എന്നോട് പറയുന്നത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും അതുണ്ട്. അപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണത്. കാരണം പ്രത്യേകിച്ച് വിഴിഞ്ഞം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും തൊഴിൽ സാധ്യതകളും അവിടുത്തെ അനന്ത സാധ്യതകളാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അത് അവിടെ ഇത് ഒരു ഓട്ടോമാറ്റിക് തുറമുഖമായതുകൊണ്ട് അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പോൾ സീ ഫുഡ് പാർക്ക്, ഈ നമ്മുടെ എൻവയോൺമെന്റ് ക്ലിയറൻസിന്റെ ഭാഗമായി ഒരു കണ്ടീഷനായി വെച്ചതാണ് സീ ഫുഡ് പാർക്ക് വേണം, അത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതുവരെയും തുടങ്ങിയിട്ടില്ല. ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഒരു ഫിഷിംഗ് ഹാർബർ ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് തുടങ്ങേണ്ടതാണ് കരാർ പ്രകാരം. ഇതുവരെയും തുടങ്ങിയിട്ടില്ല. എന്താണ് സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചെയ്തു എന്ന് നോക്കുമ്പോഴാണ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഈ അഭിമാനം കൊള്ളുന്നത് അദാനി എന്ന് പറയുന്ന കരാർ കമ്പനിക്കാർ ചെയ്തു പൂർത്തിയാക്കിയ സംഭവങ്ങൾ. അത് 2019 ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ. അല്ല, അത് 2019 പൂർത്തീകരിക്കേണ്ടത് 2023-24 പൂർത്തീകരിക്കുന്നത്. അത് വളരെ. അതുപോലെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് സ്ഥലം ഏറ്റെടുത്ത ധാരാളം പാവങ്ങൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് ശബ്ദം, പിന്നെ അവർക്ക് കൊടുക്കാനുള്ള പൈസ പ്രശ്നം, അങ്ങനെ അവർക്ക് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ക്രഷറും ലോറികളുടെ ട്രാഫിക് കാരണം അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു, പഠിക്കാനും കുട്ടികൾക്ക് പറ്റുന്നില്ല, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. അതെല്ലാം പരിഹരിച്ചു പോവില്ലേ? അതിന് എന്താണ് പരിഹാരം? വണ്ടികൾ അങ്ങോട്ട് പാറയും മറ്റും എല്ലാം കൊണ്ട് നിർമ്മിക്കുമ്പം അത് പരിഹാരം നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ് പരിഹാരം. നിർമ്മിക്കണമെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകണ്ടേ? അത് ലോറിയിലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അല്ല, അവരുടെ അഭിപ്രായം അവർ പണ്ടുള്ള ഹോം സ്റ്റേയിലൊക്കെ ഭക്ഷണങ്ങൾ നൽകിയൊക്കെ താമസിച്ച് ജീവിച്ചു പോരുന്നവരാണ്. പക്ഷെ ഇപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല. അവർക്ക് അവിടെ വികസനം വന്നപ്പോൾ ഹോം സ്റ്റേകളൊക്കെ കുറേ പോയി. ഇവർക്കും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് സാമ്പത്തികമായിട്ട്. തീർച്ചയായും ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് 470 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് ഈ സർക്കാർ കോൾഡ് സ്റ്റോറേജ് ഒരു 10 വർഷം തുറന്നു നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഓരോ അതൊക്കെയാണ് അവരുടെ പരാതികൾ. ഇൻസിഡൻ്റലായിട്ട് വരുന്ന ഇഷ്യൂസ്
പരിഹരിക്കാൻ ഒരു ഫണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടെങ്കിൽ ഇത്തരം ഹോം സ്റ്റേകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്കുള്ള വരുമാന നഷ്ടം പരിഹരിക്കാനോ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളോ അവർക്ക് കണ്ടെത്തി കൊടുക്കാനൊക്കെയുള്ള നടപടികൾ ഇനിയുള്ള ശ്രമങ്ങളെല്ലാം അതുപോലെ അതിലേക്കായിരിക്കും. അതുമായി കൂടി ചേർത്തുള്ള ശ്രമങ്ങൾ. എന്തൊക്കെയാണ് ഭാവി പ്രൊജക്റ്റുകൾ? എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ? നമ്മുടെ പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തുടർച്ചയായി മുടക്കം കൂടാതെ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡുകൾ വികസിപ്പിക്കുക, ലൈറ്റുകളുടെ ഇപ്പോൾ ടൂറിസം രംഗത്തെ വികസനം, ആശുപത്രികളും സ്കൂളുകളും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് മാറ്റി. ഇത്തവണ സർക്കാർ അധികാരത്തിലെടുക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലത്തീൻ സഭയടക്കം രംഗത്ത് വന്നു. ഞങ്ങളെല്ലാവരും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? അതിൻ്റെ മന്ത്രിസ്ഥാനം പാർട്ടി മുന്നണിയും തീരുമാനിക്കുന്നത് പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിൽ പരിഗണിക്കേണ്ട ആളുകൾക്ക് അവസരം കൊടുക്കാതെ വരും, ചിലർക്ക് അവസരം കൊടുക്കുക. അത് അവരുടെ പ്രത്യേകമായ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല, സാഹചര്യങ്ങളുടെ. ഇപ്പം സാമൂഹ്യമായ പരിഗണനകൾ, പ്രാദേശികമായ പരിഗണനകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് കാര്യമില്ല. ഇപ്പോൾ ലത്തീൻ സഭയടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ലത്തീൻ സഭ പരസ്യമായി പിന്തുണ നൽകിയതാണ് എന്ന് സഭാ നേതാവ് പറയുന്നുണ്ട്. അതെല്ലാം ശരിയാണ് അവർ പറയുന്നത്. കാരണം ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് UDF നന്നായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ UDF വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ കോൺഗ്രസിൽ നിന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ജെന്യുവിനായിട്ടുള്ള പരാതിയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വന്നപ്പോൾ കഴിഞ്ഞില്ല. എന്നാലും ലത്തീന് മന്ത്രിസഭയിൽ ഒന്നാകെ നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിലും അവരുടെ കൺസേൺ ഈ ഗവൺമെൻറ് കാണും, പരിഹരിക്കും. മുഖ്യമന്ത്രി തന്നെ ഇന്ന് അവരെ കാണാൻ പോകുന്നു. ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പുതുമുഖങ്ങളാണ്, താങ്കൾക്കറിയാം, പുതുമുഖങ്ങളാണ്, 14 പേരോളം പുതുമുഖങ്ങളാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ പുതുമുഖമാണ്. എങ്ങനെയാണ് ടീം UDF പ്രവർത്തനം? എങ്ങനെയായിരിക്കും? മികച്ച പ്രവർത്തനമായിരിക്കും. എല്ലാവരും ഉത്സാഹശാലികളായിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ജനങ്ങളുമായി പ്രതിബദ്ധതയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവരാണ് ഏറെക്കുറെ മന്ത്രിമാരായി വന്നിട്ടുള്ളത്. സാധാരണക്കാരാണ്. അപ്പോൾ തീർച്ചയായും ജനവികാരത്തോടൊപ്പം നിൽക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാനും സഹിഷ്ണുതയോടുകൂടി അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹരിക്കാനും തീർച്ചയായും അവർക്ക് കഴിയും. അങ്ങനെ ഇത്തവണത്തെ UDF സർക്കാർ ഒരു ജനകീയ സർക്കാരായി മാറാൻ പോവുകയാണ്. ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്ന, അത് പരിഹരിക്കുന്ന ഒരു സർക്കാരായി മാറും. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ നമുക്കറിയാം. 3 പേരുണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അവസാനമാണ് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ മൂലം അങ്ങനെ ഒരു തീരുമാനത്തിൽ VD സതീശൻ എത്തിച്ചേർന്നത്. ഒരു ജനകീയ മുഖം, അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ഒരു പേരാണ്. അവസാനം അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം ജനങ്ങൾ അടങ്ങി. ഇപ്പോൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിയായി മന്ത്രിമാർ സ്ഥാനമേൽക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായത്തിൽ തന്നെയാണോ ഈ ഒരു തീരുമാനം വന്നത്? അതല്ലെങ്കിൽ ഇവിടെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു? ഹൈക്കമാൻഡ് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നോ KC വേണുഗോപാലിന് നൽകാനായിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഹൈക്കമാൻഡിന് നൽകണമായിരുന്നെങ്കിൽ അവരാദ്യമേ നൽകുമായിരുന്നു. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമുണ്ട്. പക്ഷേ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. MLA-മാരുടെ അഭിപ്രായം കണ്ടു, ജനവികാരം കണ്ടു, മുൻ KPCC പ്രസിഡന്റുമാരുടെ അഭിപ്രായങ്ങൾ, ഇത്രയും എലോബറേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി ആണ് തിരഞ്ഞെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയായ ഒരു തീരുമാനം ശരിയായ സമയത്തെടുക്കാൻ ഹൈക്കമാൻഡ് കഴിഞ്ഞു. ഈ സാമുദായിക ഘടകങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയെന്ന് താങ്കളുടെ ഒരു മന്ത്രിസഭയിലെ പ്രാതിനിധ്യം കൂടി ആരും പ്രതീക്ഷിച്ചിരുന്നു. അതെല്ലാം ഹൈക്കമാൻഡിന്റെ ഇടപെടലാണോ? എൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ എന്നല്ല, പൊതുവിൽ കേരളത്തിലെ UDF മന്ത്രിസഭ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ അംഗീകാരം കൂടി വാങ്ങിയിരുന്നു. ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടു കൂടിയിട്ടാണ്
ഹൈക്കമാൻഡ് എന്തുകൊണ്ട് അപ്പോൾ ലത്തീൻ സഭയുടെ ഇത് പരിഗണിച്ചില്ലേ മതമേഖലാധ്യക്ഷന്മാരുടെ കാര്യങ്ങളിൽ കാരണം ശക്തൻ ഒപ്പം താങ്കൾ പ്രതിനിധിയായി വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വരുമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഫ്ലാഷ് അടക്കം കൊടുത്തു, അതൃപ്തിയുണ്ട്, വിൻസെന്റിന് അതൃപ്തിയുണ്ട് എന്നുള്ളൊരു, അത് യാഥാർത്ഥ്യമാണോ? എനിക്കതിൽ അതൃപ്തിയുണ്ട് എന്ന് ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞാൻ എല്ലാവരോടും പറയാണ്. എന്നാലും എന്നോട് ചോദിച്ചു അവസാനം മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ. അപ്പം നമ്മൾ എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് പറയുക എന്നുള്ളതാണ്. ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരുണ്ടായിരിക്കുമ്പോഴാണ് എനിക്ക് 3 തവണ ഒരു നിയമസഭാംഗമാകാനുള്ള അവസരം ഈ പാർട്ടി നൽകിയത്. അതെ, തീർച്ചയായിട്ടും അതെന്നെ പാർട്ടി പരിഗണിക്കുന്നത് കൊണ്ടാണ്. മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാര്യമുള്ള ഒരു ഇതല്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നത് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. താങ്കൾ 3ാം ഊഴമാണ് സഭയുടെ വക്താവായി വരുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സഭാ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു മന്ത്രിയായി വരുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അവരാണ് ജയിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എല്ലാം ജില്ലയിലെല്ലാം മന്ത്രിയാകും എന്നുള്ള ഒരു വലിയ പ്രചരണം ഇവിടെ നടന്നിരുന്നു. അത് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടെ പരസ്യമായി അങ്ങനെയൊക്കെ പറഞ്ഞത് ജനങ്ങളത് വിശ്വസിച്ചതാവും എന്ന് പറഞ്ഞു. അതൊരു ആവേശം കൊണ്ട് അവർ പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു, അവർ വിശ്വസിച്ചു. പല കാരണങ്ങളുണ്ട്. ഒന്ന് 3ാം തവണയാണ്. 2 അത് കഴിഞ്ഞ തവണ ഈ ജില്ലയിലെ 13 മണ്ഡലങ്ങൾ തോറ്റപ്പോഴും ജയിച്ച മണ്ഡലം എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാരണം. ഇപ്പോഴത്തെ കാരണം ഈ ജില്ലയിലെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് 32,709 എന്നുള്ള എൻ്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം. ഇതെല്ലാം കണ്ടപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും സഹപ്രവർത്തകരും കരുതി, നേതാക്കളൊന്ന് പറയുന്നു ഈ 3 തവണയായി ഇത്രയും ഭൂരിപക്ഷമുണ്ട്, കഴിഞ്ഞ തവണ ഇത്രയും വലിയ കൊടുങ്കാറ്റിലും നമ്മൾ പിടിച്ചു തന്നു. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായും മന്ത്രിയാണ്. അവർക്കൊരു ധാരണയുണ്ടായി, അവർ തന്നെ ധരിച്ചു. ഇപ്പോൾ പലയിടത്തും ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അത് ആകാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയധികം ആളുകളെ പരിഗണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് മുതലേ ഞാൻ പ്രയാസമാണ്, മന്ത്രിയാവാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു വരികയാണ്. പക്ഷേ ആളുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും വിശ്വസിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഡിസ്കഷൻ ആരംഭിച്ചപ്പോൾ എന്നെ മന്ത്രിയായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകളും വരാൻ തുടങ്ങി. അപ്പോൾ ശരി ആയിരിക്കും എന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ ജനങ്ങളുടെ ഇടയിലുള്ള ധാരണയാണ്. അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജനങ്ങൾ അങ്ങ് മറക്കും. എന്തുകൊണ്ടാണ് BJPയുടെ ഒരു സാന്നിധ്യം കേരളത്തിൽ ഇത്രയധികം വർദ്ധിക്കാനുണ്ട്? 3 സീറ്റാണ് BJPക്ക് ഇത്തവണ നിയമസഭയിൽ. 3 സാമാജികരാണുള്ളത്. അല്ല, പാർലമെന്റിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞു. പല സ്ഥലത്തും BJP സെക്കൻഡിലേക്ക് വന്ന ഒരു കാഴ്ച. സെക്കൻഡിലേക്ക് പാർലമെന്റ് ഇലക്ഷനിൽ വന്നതിൻ്റെ അത്ര വന്നില്ല. ഇപ്പം തൃശ്ശൂർ പാർലമെന്റ് എത്ര സ്ഥലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്ത് വന്നത്? എത്ര സ്ഥാനത്ത് 2ാം? ഇപ്പം ഈ അസംബ്ലി ഇലക്ഷനിൽ എവിടെയെങ്കിലും വന്നോ? ഇപ്പം ഇവർക്ക് 3 സീറ്റ് കിട്ടിയെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പം ചാത്തന്നൂർ സീറ്റ് തുടർച്ചയായി GS ജയലാൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് CPIയുടെ. അദ്ദേഹം വളരെ പോപ്പുലറാണ് അവിടെ. തൊട്ടുപുറകെ നിൽക്കുന്നത് BJP ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പോപ്പുലറായ ഒരു കാൻഡിഡേറ്റിനെ മാറ്റി വേറൊരു കാൻഡിഡേറ്റിനെ ഇടാൻ എങ്ങനെ ഒരു CPIയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തോന്നി എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. BJPയുടെ വിജയത്തിന് വളം വച്ചു കൊടുത്തത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ മാറ്റിയതാണ്. ഗോപകുമാറിനാണോ ജയലാലാണോ ജനപ്രീതി ഉള്ളത് എന്ന് നമുക്ക് ഈ പ്രാവശ്യം കൂടെ 2 പ്രാവശ്യം ഗോപകുമാർ ജയലാലിനോട് തോറ്റതാണ്. ഇപ്പൊ ജയലാലിനെ മാറ്റിക്കൊടുത്ത് BJPക്ക് ജയിക്കാനൊരു അവസരം അവർ ഉണ്ടായിക്കൊടുക്കുന്ന അതിൽ ജെന്യുവിനായിട്ടുള്ള ഒരു ആരോപണമല്ല, ജെന്യുവിനുള്ള കാര്യമാണ്. തീർച്ചയായും ശ്രീ കോവളം MLA ശ്രീ M വിൻസെന്റ് പറഞ്ഞതുപോലെ പാർട്ടി തെറ്റുതിരുത്തി മുന്നോട്ട് വരില്ല എന്ന് അദ്ദേഹം പറയുകയാണ്.
സഖാക്കളും പാർട്ടി അണികളും ആത്മവിശ്വാസം നിലനിർത്തുകയാണെങ്കിലും അടുത്ത ഊഴം 2ാം ഊഴവും UDF സർക്കാർ അധികാരത്തിൽ വരും. ടീം UDF ഒറ്റക്കെട്ടാണ്. നിരവധി വാഗ്ദാനങ്ങളാണ് ടീം UDFിലൂടെ VDS നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ തന്നെ വയോജനങ്ങൾക്കടക്കം വയോജന വകുപ്പടക്കം നൽകി സ്ത്രീകൾക്ക്, അംഗനവാടി ടീച്ചർമാർക്ക് എല്ലാ സമഗ്ര മേഖലയിലും സ്ത്രീ മുന്നേറ്റവും നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇത് തുടർന്ന് പോകുമ്പോൾ അടുത്ത ഊഴവും തങ്ങളെ ഭരണത്തിൽ നിലനിർത്തുമെന്ന് വിശ്വസിക്കുകയാണ് UDF. കാത്തിരിക്കാം. പുതിയ ഭരണത്തിനായി ഒരു മാറ്റം അടുത്ത ഊഴം ഉണ്ടാകുമോ എന്നും കാത്തിരിക്കാം. പുതിയ പദ്ധതികൾ അനേകം വരട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.